الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെയും രോഗങ്ങൾ അൽവദൂദായ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവന് സന്തോഷങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും. ഇങ്ങനെ സന്തോഷത്തിലും സന്താപത്തിലും അള്ളാഹുവിനെ സ്മരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ കുത്തുബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. കാരണം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ചില സന്തോഷകരമായ കർമ്മങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്. ആയതിനാൽ ധാരാളം മുസ്ലിം സഹോദരന്മാര് ഇസ്ലാം പഠിപ്പിച്ച വിധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്ലാം കാണിച്ചു തന്ന മാർഗരേഖയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പല രീതിയിലും പല മാർഗഭ്രംശങ്ങളും സംഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനാൽ ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. കാരണം മനുഷ്യന്റെ രണ്ട് അവസ്ഥകളെ കുറിച്ച് തന്നെ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ മനുഷ്യന്റെ രണ്ട് അവസ്ഥകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ. ഇത് മനുഷ്യന്റെ ഒന്നാമത്തെ ഒരു അവസ്ഥയാണ്. ഏതൊരു മനുഷ്യന് സാധാരണ അവന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. എന്നാൽ മനുഷ്യൻ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ അവനെ ആദരിക്കുകയും അതുപോലെ തന്നെ അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്താൽ ഇതാണ് ഒന്നാമത്തെ ഒരു കൂട്ടർ. അവന് ജീവിതത്തിൽ പരീക്ഷണം കൊടുത്തു, സൗഖ്യം കൊടുത്തു, ആദരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവൻ അവന്റെ ഹൃദയം കൊണ്ട് പറയും, എന്റെ രക്ഷിതാവ് എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു. ഇതേ മനുഷ്യന് തന്നെ എന്നാൽ അതേ മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവന മാർഗത്തിൽ അവൻ ജീവിച്ചു വരുന്ന ആ മാർഗത്തിൽ കുറച്ച് കുടുസായ കാര്യം അനുഭവിക്കുകയും ചെയ്താൽ എന്റെ രക്ഷിതാവ് എന്നെ അനാദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു. രണ്ടാം അഹാനൻ, ഫസ്റ്റ് അക്രമൻ, ഇവിടെ അഹാനൻ. രണ്ടാമത്തെ മനുഷ്യൻ പറയുന്നത് എന്റെ രക്ഷിതാവ് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു, കൈയൊഴിച്ചിരിക്കുന്നു, എന്നെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അപ്പൊ ഒന്ന് സന്തോഷത്തിന്റെ നിമിഷം, ഒന്ന് സന്താപത്തിന്റെ നിമിഷം, ദുഃഖത്തിന്റെ സമയത്ത്. ഈ രണ്ട് രീതിയിലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മൾ ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തു തരുന്ന കാര്യങ്ങൾ ഇസ്ലാമികമാണോ? അവര് പറയും, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ഒരു പണ്ഡിതനെ കണ്ടിട്ട് എന്തെങ്കിലും എഴുതി കെട്ടി അത് വീട്ടിൽ കൊണ്ട് കുഴിച്ചിടുക. ഇതാണ് ഇപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ ഇടയ്ക്ക് നടക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കയ്യിൽ എന്തെങ്കിലും ചണ്ട് കെട്ടിക്കൊടുക്കുക, അതിന്റെ ഉള്ളിൽ ആയത്തിൽ കുറിച്ച് എഴുതുക, അത് അരയിൽ കെട്ടാൻ പറയുക. ചിന്തിക്കണേ, ആയത്തിൽ കുറിച്ച് ശ്രേഷ്ഠമായ ആയത്തും കൊണ്ട് അത് അരയിൽ കെട്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറുന്നു. മുസ്ലിംകളുടെ അവസ്ഥ ആലോചിച്ചു. ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ദുഃഖവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത് അല്ലാഹു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുക തന്നെയുമല്ല, അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ വ്യസനിക്കാതിരിക്കാൻ അനാമായ യാതൊന്നിന്റെ പേരിൽ നിങ്ങൾക്ക് ഒഴിവായി. നമ്മൾ ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ കാര്യം നമുക്ക് ലഭിച്ചില്ലല്ലോ, നമുക്ക് അത് കിട്ടാതെ പാഴായി. അത് അല്ലാഹു അങ്ങനെ ആക്കി വെച്ചതിന്റെ കാര്യമെന്ന് നമ്മൾ ദുഃഖിക്കുന്നത്, എനിക്ക് ലഭിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചാൽ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ വിളവ് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബിസിനസ് ചെയ്തപ്പോ അതിന്റെ ലാഭം കിട്ടിയില്ലോ. അല്ലാഹു അത് പാഴാക്കി കളഞ്ഞോ
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വ്യസനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു നമുക്ക് തന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ എന്തെങ്കിലും കാര്യം നേട്ടം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ആഹ്ലാദിക്കാനും പാടില്ല. കാരണം അള്ളാഹുവിന്റെ വിധിയിൽ ഉണ്ടായിരുന്നു നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇത് ചിന്തിക്കാത്ത മനുഷ്യർ എന്ത് ചെയ്യും? ഇത് ചിന്തിക്കാത്ത മനുഷ്യർ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവൻ വേറെ ഏതെങ്കിലും വാക്കുകൾ പ്രയോഗിച്ചു പോകും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താരിൻ ഫഖൂർ. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താരിൻ ഫഖൂർ. ദുരഭിമാനിയായ അഹങ്കാരിയായ ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ധാരാളം ആൾക്കാർ കഷ്ടപ്പെടുന്നവരാണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര്, കിഡ്നി രോഗം ബാധിച്ചു, അതുപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ചു. ഇന്ന് എത്രയോ മുസ്ലിം സഹോദരന്മാര് യാചിച്ചു കൊണ്ടിരിക്കുന്നു. വീടില്ലാത്ത എത്രയോ മുസ്ലിം സഹോദരന്മാരുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും അതിനുള്ള സാമ്പത്തിക വരുമാനമില്ലാത്ത എത്രയോ സഹോദരന്മാര് സഹോദരിമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിന്റെയൊക്കെ ഇടക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലേക്കും നയിക്കുന്ന ഒരു 90% ആൾക്കാര് 100-ാം വർഷം എന്ന് പറയുന്ന സമ്മേളനത്തിൽ പിരിച്ചെടുത്തത് 46 കോടി. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. 1 കോടി, 2 കോടി, 3 കോടി ഇങ്ങനെ ആലോചിച്ച് 46 കോടിയാണ് മുസ്ലിം സഹോദരന്മാര്. വീടില്ല, ചികിത്സിക്കാൻ പൈസ ഇല്ല, പല കാര്യങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 46 കോടി പിരിച്ചെടുത്തു. 46 കോടി പിരിച്ചത് എന്തിനും ആയിക്കോട്ടെ, അന്ധവിശ്വാസം അനാചാരപ്പെടും. പക്ഷേ ആ പൈസ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഭാഷണം നടത്തി. അവിടെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ല. അവര് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇത്രയും പൈസ തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി, അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിച്ചില്ല. പകരം പറഞ്ഞത്, ആ പകരം പറഞ്ഞ പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ പ്രവാചകൻ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ മഹാത്മാക്കളുടെ വിജയമാണോ 100-ാം വർഷം ആഘോഷിക്കുന്ന ഇവർക്കുണ്ടാകുന്നത് നിങ്ങൾ ചിന്തിക്കണം. അവർ പറയുന്ന വെല്ലുവിളിക്കുന്ന മറ്റു പാവപ്പെട്ട ആൾക്കാരെ കണ്ട 46 കോടി കിട്ടിയിരിക്കും. സാധാരണക്കാരായ നമ്മൾ എന്തെങ്കിലും ചെറിയ പേര് രോഗിക്ക് വേണ്ടി എന്തെങ്കിലും നടത്തിയാൽ അൽഹംദുലില്ലാ എന്നുള്ള സാധാരണക്കാര് പറയും. തലക്കെട്ട് കെട്ടിയ പൗരോഹിത്യത്തിന്റെ ആൾക്കാര് പറഞ്ഞു 46 കോടി ഇവിടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് പറയുകയാണ്, ഇത് ഈ പൈസ ഇനിയും വരാനുണ്ട്, ഇനിയും ഗൂഗിൾ പേ വരാനുണ്ട്, ഇനി അല്ല ഇതിന്റെ അപ്പുറം ഞങ്ങൾക്ക് വരാനുണ്ട്. അഹങ്കരിക്കുകയാണ് പൈസ ലഭിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, രണ്ടാമത്തെ കേസില് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു മനുഷ്യനെ കുടുസാക്കിയാൽ അവൻ അഹാൻ, അവൻ എന്ത് പറയും? അവന്റെ റിസ്കിനെ കുടുസാക്കിയാൽ അവൻ അള്ളാഹു മറന്നുപോകും. ഇതുപോലെ മറന്നു പോകുന്ന ഒരു സാഹചര്യം അള്ളാഹുനെ ഓർക്കുന്നില്ല. എന്തിനാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങൾ ഇത്രയും പൈസ തന്നത് എന്ന് ചിന്തിക്കുന്നില്ല. അൽഹംദുലില്ലാ ഇത്രയും പൈസ കിട്ടിയല്ലോ. ധാരാളം കണക്കിന് ജനങ്ങള് കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിലുണ്ട്. ഒരു ഡയാലിസിന് വന്നാൽ നല്ല ഹോസ്പിറ്റലുകളിൽ 5000 രൂപയായിട്ട് മിനിമം. 2 ഡയാലിസിസ് ചെയ്യുന്ന ആഴ്ചയിൽ ചെയ്യുന്ന എത്രയോ രോഗികളുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്ന ധാരാളം, പഠനത്തിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യത്തിന് സഹായിക്കുന്ന പൈസ ജനങ്ങള് അവർക്ക് കൊടുക്കുന്നില്ല. ഈ പാവപ്പെട്ട രോഗിക്കോ അല്ലെങ്കിൽ പഠനത്തിന്റെ ആവശ്യമോ ആരും കൊടുക്കുന്നില്ല. പൗരോഹിത്യം ചോദിച്ചാൽ കൊടുക്കുകയാണ്. ആ പൗരോഹിത്യം അഹങ്കരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു ദുരഭിമാനിയും അതുപോലെ പൊങ്ങച്ചക്കാരൻ കാണിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നേയില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, ഇതിന്റെ തഫ്സീറിൽ, പരിശുദ്ധ ഖുർആനിന്റെ ഈ തഫ്സീറിൽ നമുക്ക് കാണാം, ഇക്രിമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് ഒരു വചനം. ഈ പരിശുദ്ധ ഖുർആന്റെ എന്ന് പറയുന്നതിന്റെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറിൽ നമുക്ക് കാണാം ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു വചനം. വഖാല ഇക്രിമത്തു
ലൈസ അഹദുൻ ഇല്ലാ ഹുവ യഫ്റഹു വയക്സൻ. മനുഷ്യരിൽ ആരും തന്നെ ഇല്ല, ദുഃഖമോ സന്തോഷമോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയില്ല. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ നിങ്ങളത് ശുക്റാക്കി മാറ്റണേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമോ സന്താപമുണ്ടായാൽ നിങ്ങളത് സബറാക്കി മാറ്റണേ. നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. സക്കാത്ത് സെല്ലുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല. സക്കാത്ത് സെല്ല് നമ്മുടെ ഈ പള്ളിയിൽ ഉണ്ട് എന്നെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ നാട്ടില് അൽഹംദുലില്ലാഹ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. സക്കാത്ത് സെല്ല് നമ്മൾ ഇവിടെ രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ പള്ളിയിലേക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ അവർ കടന്നു വന്നിട്ട് നമ്മളോട് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിൻ നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ സക്കാത്ത് സെല്ല് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇൻഷാല്ലാഹ് നോമ്പിന് മുമ്പ് ഒന്ന് സ്വരൂപിച്ചു നോക്കി, എത്ര പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ ഇടയിലേക്ക് വരുമെന്നറിയുമോ? അപ്പൊ നമുക്ക് വീണ്ടും താല്പര്യം വരും. ഞാനൊരിക്കലും ഈ റമദാന്റെ വിഷയത്തിൽ നമ്മുടെ നാടുകളിലുള്ള ഉള്ളിലേക്കുള്ള പാവപ്പെട്ട മക്കൾക്ക് ഈ റമദാൻ ഈ അവസാന സമയത്ത് ഒരു പുതുവസ്ത്രം കൊടുക്കാൻ വേണ്ടി കോഴിക്കോടുള്ള ചില സഹോദരന്മാര് ഇത്ര ആൾക്കാർക്ക് കൊടുക്കുന്നു, 1000 പേർക്ക് അവർ കൊടുക്കും. ഞാനങ്ങനെ റമദാൻ ഏത് സമയത്ത് അവർക്ക് നമ്മള് എഴുതിക്കാപ്പിന്റെ സമയത്ത് പോയി അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ, ഒരു പാവപ്പെട്ട വീട്ടില് ഒരു ഉമ്മ എന്നോട് പറയുന്നു, ഞങ്ങളുടെ മക്കൾക്ക് ഈ വസ്ത്രത്തിന് പകരം നോമ്പിന്റെ സമയത്ത് കുറച്ച് അരി വാങ്ങിച്ചു തരാൻ പറ്റും. അന്വേഷിച്ചു വന്നപ്പോൾ അവരുടെ ഭർത്താവ് ക്യാൻസർ രോഗം വന്ന് മരണപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ചു, അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ ഈ പേജുകളിൽ സ്റ്റേജുകളിലൊക്കെ പ്രസംഗിക്കുന്നതിലല്ല. ധാരാളം പണ്ഡിതന്മാർക്ക് അത് തൗഹീദിന്റെ ആയിക്കോട്ടെ സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ട് അവരങ്ങോട്ട് പോകും, കാറിൽ കയറിക്കും. അങ്ങനെയല്ല സഹോദരന്മാരെ, നമ്മൾ ഉള്ളിന്റെ ഈ നാട്ടു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കും. അന്നേരം നമുക്ക് ദീൻ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ദീന് മനസ്സിലാക്കാൻ. നിങ്ങൾ ഈ ടൗൺ അല്ല, നിങ്ങൾ ഉള്ളാളിലൊക്കെ ധാരാളം തൗഹീദിന്റെ ആൾക്കാരില്ല. അവരെന്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നില്ല? അതല്ല ദീൻ എന്ന് പറഞ്ഞാൽ. നാടുകളുടെ ഉള്ളിലേക്ക് പോകണം. പാവപ്പെട്ട ആൾക്കാർ, മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും നമുക്ക് ഈമാൻ ഉണ്ടാകുന്നു. അല്ലാതെ ടൗണിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് ടൗണിൽ വലിയ പള്ളിയുണ്ട്, അവിടെ കുത്തുക പറയുന്നു, അവിടെ കുറെ ധാരാളം ആൾക്കാർ വരും, അവർ താഴത്തേക്ക് ഇറങ്ങാൻ തയ്യാറില്ല. ഇങ്ങനെയുള്ള തൗഹീദിന്റെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പരിശുദ്ധമായ ദീന് ആ സക്കാത്തിന്റെ ആ പദം, ആ സക്കാത്ത് എങ്ങനെ പിരിക്കണം എന്ന് അറിയും പാടില്ലാത്തത് കൊണ്ടാണ് സക്കാത്ത് എന്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് ഇതൊന്നും ജനങ്ങൾക്കറിയില്ല. അതറിയില്ലാത്തത് കൊണ്ട് പൗരോഹിത്യം പറയുന്നു, സമ്മേളനം വരുന്നു, പുരുഷത്വം വേണം. ലോകത്തെ ഏറ്റവും വലിയ പുരുഷ സമ്മേളനമാണ് 100-ാം വർഷമാണ്. ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? സ്ത്രീകൾക്ക് എന്തെങ്കിലും ക്ലാസ് കൊടുക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് എന്തെങ്കിലും വിജ്ഞാനമുണ്ടോ? കുറെ പുരുഷന്മാർ കൂടുന്നു, പ്രസംഗിച്ചു പോകുന്നു. ഇതുകൊണ്ട് എന്താ പ്രയോജനം? അവര് പറയുന്നു, അവർ ഏറ്റവും കൂടുതൽ സമ്പത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീന് പഠിപ്പിക്കാൻ സമ്മതിക്കുന്നുമില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ദുഃഖമോ ദുരിതങ്ങളോ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അസാബ അബ്ദിൻ ഹമ്മ വലാ ഹുസൻ. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദുഃഖമോ ദുരിതങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് എന്ത് തരും? അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് എന്തായിരുന്ന വിഷയം അത് മാറ്റിയിട്ട് സന്തോഷത്തെ. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നാൽ അവര് പറയും, നിങ്ങൾ 444 നാലിയ സലാത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 335 ദിക്റുകൾ ചെയ്യും, എന്തെങ്കിലും എന്ന് പറഞ്ഞു തരും. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, മാ അസാബ അബ്ദൻ
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുഃഖമോ ഉണ്ടായാൽ നീ പറയണേ അല്ലാഹുവേ, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിന്റെ അടിമയാണ്. നിങ്ങൾ ഇങ്ങനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. രണ്ടാമത്തെ വാചകം എന്താ? രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ ബാപ്പയുടെ കാര്യമാണ്, നമ്മുടെ ഉമ്മയുടെ കാര്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പൗരോഹിത്യത്തിന്റെ പണ്ഡിതന്മാരെ ഒരു പ്രശ്നമായിട്ട് അവരുടെ അടുത്ത് ചെന്നാൽ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാനേ കഴിയുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ പഠിപ്പിച്ചാൽ അവന് പൈസ വാങ്ങാൻ കഴിയില്ല. ഇനി എന്താ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെ അടുത്ത വചനത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്താ? നമ്മൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബനു അബ്ദിക. രണ്ടാമത് നമ്മുടെ ബാപ്പയെ പറ്റിയാണ് പറയുന്നത്. അല്ലാഹുവേ, ഞാൻ നിന്റെ ഒരു ദാസനാണ്. ഞാൻ എങ്ങനെയുള്ള ദാസനായിരുന്നു? എന്റെ ബാപ്പയും നിന്റെ അടിമയായിരുന്നു. വബനു അബ്ദിക, തന്നെയുമല്ല വബനു അബ്ദിക, എന്റെ ഉമ്മയും നിന്റെ ദാസിയായിരുന്നു, എന്റെ ഉമ്മയും നിന്റെ അടിമയായിരുന്നു എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ലോ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഉമ്മയെയും നമ്മുടെ ഉപ്പയെയും അല്ലാഹുവിന്റെ ദാസന്മാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഭാഗത്ത് അൻതജാലൽ ഖുർആന നബിയ ഖൽബി, ആ പ്രാർത്ഥനയുടെ മധ്യഭാഗത്ത് വന്നത് അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനെ നബിയ ഖൽബി, ഈ പരിശുദ്ധ ഖുർആനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. എവിടെ തുടങ്ങുന്നത്? അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, എന്റെ ഉമ്മയും നിന്റെ അടിമയാണ്, എന്റെ ബാപ്പയും നിന്റെ അടിമയാണ് എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിന്റെ പ്രശ്നം എന്താണോ ആ പ്രശ്നം മാറ്റിയിട്ട് അവിടെ അല്ലാഹു ഹാപ്പി തരും, സന്തോഷം തരും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ സമയത്തും സന്താപത്തിന്റെ സമയത്തും ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെല്ലുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യേ? നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ളത് പോലെ ചെല്ലുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഈ പ്രാർത്ഥന ഇങ്ങനെ വെച്ചിട്ട് പഠിക്കണം. നമുക്കറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നോക്കിയിട്ട് ഇങ്ങനെ ചെല്ലണം. പ്രാർത്ഥനയുടെ ബുക്കിരിപ്പില്ല, നമുക്കറിയാമെങ്കിലും ആ പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ നോക്കണം. നമ്മൾ നോക്കിയിട്ട് ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാര് വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞ് പോകും. വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് എന്താ പ്രശ്നം ഉസ്താദിനോട് പറയും. ഇതല്ലേ ക്രൈസ്തവരുടെ കുർബാന എന്ന് പറഞ്ഞു. റബ്ബിനോട് പറയുന്നില്ല. റബ്ബിനോട് പറയുന്നതിന് മുമ്പ് എന്റെ ഉസ്താദ് നിന്റെ ദാസിയായിരുന്നു, എന്റെ സംഘടനയുടെ സെക്രട്ടറി, എന്റെ സംഘടനയുടെ പ്രസിഡന്റ് അല്ലാഹു നിന്റെ അടിമയായിരുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന നമ്മുടെ വാപ്പയില്ലേ, നമ്മുടെ ഉമ്മയില്ലേ, അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ നമ്മൾ പെടണം. അല്ലാഹു അങ്ങനെ പ്രാർത്ഥിക്കുകയും നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ദീൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികൾ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തിയാണ് വസീയത്ത് ചെയ്യുക. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ ഏത് ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും നമ്മൾ അല്ലാഹുവിന്റെ സ്മരണയിലൂടെ അത് മാറിക്കിട്ടുമെന്നാണ് പ്രവാചകനും
അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവത്തും എല്ലാവരും നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ മനുഷ്യൻ വഴിതെറ്റിപ്പോയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇമാം ബുഖാരിയുടെ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം പോലെ ഷിയാക്കൾക്കുള്ള ഒരു ഗ്രന്ഥമാണ് കിതാബുൽ കാഫി. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങൾ പോലെയാണ് ഷിയാക്കൾ അത് കൊണ്ട് നടക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ വസീല എന്ന് പറയുന്ന പദത്തിന് അവർക്ക് കൊടുക്കുന്ന അർത്ഥം, വസീല എന്ന് പറഞ്ഞ പദം പരിശുദ്ധ ഇസ്ലാമിൽ വരുന്നത് വസീല എന്ന് പറഞ്ഞ സൂറത്തുൽ മാഇദയിൽ നിന്ന് 35-ാമത്തെ വചനത്തിൽ അതിലത്തെ വസീല എന്ന് പറയുന്ന ആ പദത്തിന് ഷിയാക്കൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇമാമികളാണ്, ഇമാമികളും നബിമാരുമാണ്. അതേസമയം പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമാം ഖുർത്തുബി അല്ലെങ്കിൽ അത് ഇമാം അത്ബരി രേഖപ്പെടുത്തുന്നത് കാണാം. വസീല എന്ന് പറഞ്ഞാൽ അൽ ഖുർബത്തു ഇലൈഹി ബിദ്ദുആ വൽ അമൽ ബിമാ യുർദി. ഇതാണ് വസീല എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ സ്വഹാബത്ത് കാട്ടിത്തന്ന മാർഗത്തിൽ വസീല എന്ന് പറഞ്ഞത് അല്ലാഹുവിനോട് അടുത്ത് സഹായിക്കുക അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുക. അതുപോലെ അവൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കർമ്മങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക എന്നാണ് വസീല എന്ന് പറഞ്ഞാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേസമയം നമ്മുടെ ഇടയിലെ നമ്മുടെ സമൂഹത്തിൽ 90% ആൾക്കാര് ഷിയാക്കൾ ഇമാമിങ്ങളുടെ സ്ഥാനത്ത് ഇവരെന്ത് കൊണ്ടുവന്നു? മഹാന്മാരെ വെച്ചു. ഒരേ ഒരു വ്യത്യാസമുള്ള അവര് ഇമാമിങ്ങൾ പറഞ്ഞു ഹസൻ ഹുസൈൻ റളിയല്ലാഹു വേറെ കുറെ ആൾക്കാർ ഷിയാക്കൾ പറയുന്നു ഇവരെന്ത് ചെയ്തു? മഹാന്മാരെ വെച്ചു, മഹാന്മാരോട് വസീയത്ത് ചെയ്യുക, വസീയത്ത് എന്ന് പറഞ്ഞ അവര് മഹാന്മാർ. ഇപ്പൊ അതിന്റെ അപ്പുറം പോയി മശായിഖന്മാരെ വെച്ചു. ഇപ്പൊ എന്താണ്? വസീല എന്ന് പറഞ്ഞ അർത്ഥം വസീല ആരായമാണ്? മശായിഖന്മാർ. ഇന്ന് സമസ്ത എന്ന് പറയുന്ന വിഭാഗം ഈ മശായിഖന്മാരില്ല എങ്കിൽ അവർ ദീനില്ല എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും. എന്ത് ചെയ്തതുകൊണ്ടാ? തിരുനബിയുടെ സ്വഭാവത്തിൽ കാട്ടിത്തന്ന തഫ്സീറുകൾ അർത്ഥം മാറ്റിവെച്ചിട്ട് ഇവർക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിച്ചു എന്നുള്ള ഷിയാക്കളുടെ അർത്ഥമെടുത്തു. ഒരു ഇമാമിങ്ങളെ പറഞ്ഞു, ഒരു മഹാന്മാരെ പറഞ്ഞു. മഹാന്മാരിൽ മശായിഖന്മാരിൽ നിന്നും പ്രഭാഷണങ്ങൾ നടത്തിയത്. മശായിഖന്മാരെ ഇല്ല എങ്കിൽ ഇസ്ലാം ഇല്ല എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി തന്നെയല്ല. ഈ മശായിഖന്മാരുടെ പ്രഭാഷണം കേൾക്കുവാൻ ആ ലൈവിൽ ഏകദേശം 1000 പേര് കൂടുന്നു. ആലോചിക്കണം, ഷിയാക്കളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള മശായിഖന്മാരുടെ ആ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ മിനിമം 700-1000 ഇടയിൽ ആൾക്കാർ. 100 വർഷം ആഘോഷിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ലൈവ് പ്രഭാഷണം കാണുവാൻ ഇന്ന് മാക്സിമം 150 ആൾക്കാർ. എത്രത്തോളം ഷിയാക്കൾ കടിമപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം പരിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയില് നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം, അതോടൊപ്പം നിങ്ങൾ അത് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അത് ഫോർവേഡ് ചെയ്ത് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ കുടുംബങ്ങളും എല്ലാവർക്കും കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടുള്ള ആ ദീനി ക്ലാസ് നിലനിർത്താൻ ഈ കാലഘട്ടത്ത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന നഗരമായ ന്യൂയോർക്കിൽ ഒരു മുസ്ലിം സഹോദരൻ മേയറായി. കേരളത്തിലോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് യാത്ര. ഇത് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ആ സഹോദരൻ മേയറാകാനുള്ള കാരണം അവിടെ ഏറ്റവും കൂടുതൽ യഹൂദികളുണ്ട്, ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. എന്താ ചെയ്യാനുള്ള കാരണം? അവരെങ്ങനെ സെലക്ട് ചെയ്തത്? ഏറ്റവും കൂടുതൽ യഹൂദികളും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുമുള്ള മുസ്ലിം വെറും ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് ഒരു മുസ്ലിം മേയർ ന്യൂയോർക്കിൽ വരാനുള്ള കാരണം സ്വഭാവം, ക്യാരക്ടറാണ്, സ്വഭാവം, ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ പണ്ഡിതന്മാരുണ്ടായി വരുന്നില്ല? പണ്ഡിതന്മാര് വരുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഒരു പണ്ഡിതൻ കൂടിയാല് അവിടെ കുറെ തലക്കെട്ട് കിട്ടിയ പുരോഹിതന്മാരല്ലാത്ത മറ്റ് മതവിഭാഗത്തിലെ ഒരാൾ വന്ന് അവർക്ക് കൈ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലായിരുന്നല്ലോ, സ്വഭാവത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ.
അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്യ മതത്തിൽ അല്ലെങ്കിൽ മറ്റ് ദീനിലുള്ള ആൾക്കാർ, യഹൂദികളായിക്കോട്ടെ ക്രൈസ്തവരായിക്കോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമായിരുന്നു. അവിടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ആൾക്കാര്, തൊണ്ണൂറ് ശതമാനത്തിന്റെ ആൾക്കാര്, ഗ്രാൻഡ് മുഫ്തിമാർ ഇവിടെ ഉണ്ടായിട്ട് അവരുടെ അടുത്തേക്ക് ദീന അല്ലെങ്കിൽ നിങ്ങളുടെ ദീന എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരുടെ വിശേഷം അറിയാൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല. അമേരിക്ക പോലെയുള്ള ഈ രാജ്യങ്ങളിൽ, അത്യുന്നതനായ വികസിതമായ ഈ രാജ്യങ്ങളിൽ പോലും മുസ്ലിമിന്റെ കൈ കൊടുത്ത് യഹൂദികളും ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ സ്വഭാവം മാറിയത് പരിശുദ്ധ ഇസ്ലാമിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ പുരോഹിതന്മാരെന്ത് കാണിക്കുന്നു? അവർക്ക് ആൾക്കാർ മതി, ജനങ്ങളെ മതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര, തിരുവനന്തപുരത്ത് കാസർഗോഡിലേക്ക് യാത്ര, കുറെ ബൈക്കുകാർ ഇങ്ങനെ കൂടെ പോരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പൈസ കളക്ട് ചെയ്യുന്നു. പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇവിടെ ഭിക്ഷയേറ്റി എടുത്ത് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയല്ല മുതൽ സംവിധാനം ഉണ്ടാകുന്നത്. മഹലുകളിൽ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ജനങ്ങൾ പഠിക്കണം, ദീൻ അറിയണം, ദുആ അറിയണം, ദിക്റുകൾ അറിയണം. അപ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബത്ത്, സമൂഹത്തിൽ മാറുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അങ്ങനെ പഠിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.